നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം പുണർദം നക്ഷത്രത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഉള്ള ചില കാര്യങ്ങളും അവരുടെ കുറെ ജീവിത സാഹചര്യങ്ങളുമാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ സവിസ്തരം പറയുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നു വരുന്ന എല്ലാ ജ്യോതിഷ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്കുണ്ടാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് സവിസ്തരം നോക്കാം. ഈ പുണർദം നക്ഷത്രങ്ങളിൽ 7ാമത്തെ നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. അതായത് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര കഴിഞ്ഞാൽ പിന്നെ വരുന്ന നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. അപ്പൊ പുണർദം നക്ഷത്രത്തിൽ ജനിച്ചാലുള്ള ഗുണങ്ങളും അല്ലെങ്കിൽ അതിൽ ഉള്ള ചില ദോഷാനുഭവങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. പുണർദം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല ശരീരപുഷ്ടിയും ആരോഗ്യവും ഉള്ളവരായിരിക്കും. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇവർ സാമാന്യത്തിൽ കവിഞ്ഞ താല്പര്യം കാണിക്കുന്നവരും ആയിരിക്കും. ഈശ്വരഭക്തിയും മതനിഷ്ഠയും ഉണ്ടാവുകയും അതേപോലെ തന്നെ ഇടയ്ക്കിടെ ചില അഭിപ്രായങ്ങൾ മാറുകയും ഇവർ ചെയ്യും. അതായത് ഇവർക്ക് ഈശ്വരഭക്തിയും മതനിഷ്ഠയും നല്ലവര് ഉണ്ടാകുന്ന ആൾക്കാരാണ്. എന്നാൽ ഇവർ അഭിപ്രായ സ്ഥിരത ചിലപ്പോൾ കാണിക്കാറില്ല. ചില സമയങ്ങളിൽ ഇവർ അഭിപ്രായങ്ങൾ മാറ്റിപ്പറയുന്ന ഒരു സ്വഭാവം ഈ പുണർദം നക്ഷത്രക്കാർക്ക് ഉള്ളതാണ്. ഞാൻ ഈ പുണർദം നക്ഷത്രക്കാരുടെ സാമാന്യമായ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഓരോ പുണർദം നക്ഷത്രക്കാരും അവരുടെ ജനിച്ച സമയവും അതനുസരിച്ചുള്ള ഗ്രഹനില അനുസരിച്ചും ചില മാറ്റങ്ങൾ ഈ ഫലത്തിൽ വരാവുന്നതാണ്. സാമാന്യമായി പുണർദം നക്ഷത്രത്തിൽ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ജനിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഫലമാണ് ഞാനിതുവരെ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ചിലരെ സംബന്ധിച്ച് ചില മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ജന്മസമയം നോക്കിയിട്ടാണ് അതിന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരുവുള്ളൂ. അതായത് ഇവര് നല്ല ഒരു സമയത്താണ് ജനിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ദശാകാലത്താണ് ഇവരുടെ ജനനമെങ്കിൽ അല്ലെങ്കിൽ ജനന സംബന്ധമായി എന്തെങ്കിലും ഗുണങ്ങൾ ഇവർക്ക് കൂടുതലുണ്ടെങ്കിൽ അതെല്ലാം ഇവരിൽ പ്രതിഫലിക്കുന്നതാണ്. അപ്പോൾ പുണർദം നക്ഷത്രക്കാരും ഓരോരുത്തരും അവരവരുടെ ഗ്രഹനിലയും ജന്മസമയവും ഒക്കെ ഒത്തു നോക്കിയാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. എന്നിരുന്നാലും സാമാന്യമായ ഫലമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവർ ഇടക്കിടക്ക് അഭിപ്രായങ്ങൾ മാറ്റിപ്പറയുന്നവരാണ് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പെരുമാറ്റത്തിലും ഈ പ്രത്യേകത ഇവർ പ്രകടിപ്പിച്ചെന്ന് വരും. ഇവരുടെ പെരുമാറ്റങ്ങളിൽ ഈ അഭിപ്രായങ്ങൾ മാറ്റിപ്പറഞ്ഞെന്ന് വരും. അതാണ് ഇടപെടുന്നവർക്ക് പോലും, അതായത് ഇവരായിട്ട് അടുത്ത് പെരുമാറുന്നവർക്ക് പോലും ഇവരുടെ സ്വഭാവം ശരിക്കും മനസ്സിലായില്ല എന്നും വരാം. അങ്ങനെയാണ്. കാരണം ഇവരായിട്ട് കൂടുതൽ അടുത്തവർക്ക് പോലും ഇവരുടെ സ്വഭാവം ചിലപ്പോൾ പിടികിട്ടാണ്ട് വരും. അങ്ങനെയുള്ള സ്വഭാവ വിശേഷമുണ്ട്. കാരണം കൂടാതെ ശോഭിക്കുകയും അതുപോലെ തന്നെ ശാന്തരാകുകയും ചെയ്യും. ഇവർ പെട്ടെന്ന് എടുത്തിയാടി ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ശോഭിക്കും. എന്നാൽ അതേപോലെ തന്നെ ഇവർ തണുക്കുകയും ചെയ്യും. സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഇവർക്ക് ഉണ്ടാകുന്നതാണ്.
ഇഷ്ടമില്ലാത്ത എന്തിനേയും നിശിതമായി വിമർശിക്കുന്ന സ്വഭാവം ഇവർ കാണിക്കുകയും ചെയ്യും. ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്ത് കാര്യമാണെങ്കിലും ഇവരതിനെ നിശ്ചിതമായി തന്നെ നല്ല പോലെ തന്നെ അതിനെ വിമർശിക്കാൻ ഇവർ മുൻപന്തിയിലുണ്ടാവും. വിരോധം തോന്നുന്നവരോട് വളരെ കഠിനമായി പെരുമാറുകയും ചെയ്യും. ഒരാളോട് വിരോധം തോന്നിയാൽ പിന്നെ അവനെ ജീവിതത്തിൽ ചിലപ്പോൾ അടുപ്പിച്ചില്ല എന്നും വരും. കർക്കശമായ ചില നിലപാടുകൾ ആ വിരോധമുള്ളവരോട് കാണിക്കുകയും ചെയ്യും. ദുഃഖിക്കുന്നവരോട് സഹതാപവും അവരെ സഹായിക്കാനുള്ള സന്നദ്ധതയും ഇവർ കാണിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇവർ ഒരു സഹാനുഭൂതിയുള്ളവരായിരിക്കും. ഒരുത്തൻ്റെ എന്തെങ്കിലും കഷ്ടപ്പാടോ ദുരിതമോ കണ്ടാൽ അതിന് പ്രതിവിധി ഉണ്ടാക്കാനും അല്ലെങ്കിൽ അവരെ സഹായിക്കാനുമൊക്കെ ഇവർ ശ്രമിച്ചെന്ന് വരും. ഗുരുജനങ്ങളെ ആദരിക്കുന്നതിലും അനുസരിക്കുന്നതിലും പുണർദം നാളുകാർ എപ്പോഴും മുൻപന്തിയിലായിരിക്കും. ഗുരുക്കന്മാരെയൊക്കെ കണ്ടാൽ മുഖം നോക്കാതെ തിരിഞ്ഞു പോകുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഉള്ള ഒരു സമയത്ത് ഗുരുക്കന്മാരെയൊക്കെ കണ്ടെങ്കിൽ അവരെ ആദരപൂർവം അവരെ സ്വീകരിക്കുകയും അവരോട് കുശലാന്വേഷണം നടത്തുകയും അവർക്ക് ആദരവ് കൊടുക്കേണ്ട സമയത്ത് ആദരവ് കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ പുണർദ നക്ഷത്രക്കാർ. ഗുരുക്കന്മാരെ അവർ കാര്യമായി തന്നെ കാണുകയും ചെയ്യും. ഏർപ്പെടുന്ന മിക്ക പ്രവർത്തനങ്ങളിലും വിജയം കണ്ടെത്തുന്നവരാണിവർ. ഇവരെന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ ഏതാണ്ട് 90% കാര്യത്തിലും ഇവർ വിജയം കണ്ടേ മടങ്ങും. അതിനുള്ള കഴിവ് ഇവർക്കുണ്ട്. പക്ഷേ വിഷാദാത്മകമായ ഒരു ഭാവം എപ്പോഴും ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചൊരു ഭാവം, അതായത് എപ്പോഴും ഒരു വിഷാദഭാവം ഇവരിൽ നിലനിൽക്കുകയും ചെയ്യും. ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരാണ് ഇവർ. അതായത് പഠന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും അതേപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിൽ ശ്രദ്ധിക്കുകയും ഉന്നതമായ വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നവരാണിവർ. നല്ല അറിവുള്ളവരാണിവർ. ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇവർ ഒരുപാട് കഠിന പ്രയത്നം ചെയ്യുകയും ചെയ്യും. അധ്യാപകർ, ഗ്രന്ഥകാരന്മാർ, ലേഖകർ എന്നീ നിലകളിൽ ഇവർ വിജയിക്കും. ലളിത ജീവിതം ഇഷ്ടപ്പെടുന്നവരാണിവർ. ഇവർ വലിയ ആർഭാട ജീവിതം ഒന്നും ആഗ്രഹിക്കുന്നവരല്ല. ലളിതമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹക്കാരാണ് ഈ നക്ഷത്രക്കാർ. ഗണിതശാസ്ത്രത്തിൽ പ്രത്യേകമായ അഭിരുചി ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഗണിതശാസ്ത്രം, അതായത് കണക്കിൽ ഇവർ വിദഗ്ധന്മാരായിരിക്കും എന്നർത്ഥം. ഭാഷാ പഠനത്തിലും പ്രത്യേക താല്പര്യം കാണിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ആരോഗ്യം പൊതുവെ മെച്ചപ്പെട്ട ഒരു ആരോഗ്യം ഉള്ളവരായിരിക്കും ഇവർ. പക്ഷേ ആരോഗ്യത്തെപ്പറ്റി ആകുലപ്പെടുന്ന സ്വഭാവവും ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ദിനചര്യകൾ പാലിക്കാനും ഔഷധങ്ങൾ യഥാസമയം കഴിക്കാനും പഥ്യം ആചരിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ്. അതായത് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായ സമയത്ത് കഴിക്കണമെന്നും അതിന് പഥ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി അതൊക്കെ നോക്കണമെന്നൊക്കെയുള്ള ബോധം ഉള്ളവരാണ് ഇവർ. ബാല്യകാലത്ത് മെച്ചമായ ആരോഗ്യവും കുടുംബസുഖവും ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇവരുടെ ചെറുപ്പകാലത്തോ ബാല്യകാലത്ത്, അതായത് കുട്ടിയായിരിക്കുമ്പോൾ ഇവരുടെ ആ സമയങ്ങളിൽ ആരോഗ്യ സംബന്ധമായും ഒക്കെ അല്ലെങ്കിൽ കുടുംബ സംബന്ധമായും ഒക്കെ നല്ല ഫലം അനുഭവപ്പെടുന്നവരുമായിരിക്കും. 10 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കാലം
ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. അതായത് 10 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള, അതായത് 14 കൊല്ലത്തോളം, ആ സമയത്ത് ഇവർക്ക് ഗുണദോഷം, അതായത് ഗുണവും ദോഷവും മാറി മാറി വരുന്ന ഒരു സമയമായിരിക്കും. ഈ കാലത്ത് ഇടയ്ക്കിടെ ഇവർക്ക് ആരോഗ്യക്കുറവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയത്ത്, ഈ 24 വയസ്സിനുള്ളിൽ, അതായത് 10 വയസ്സിനും 24 വയസ്സിനും ഉള്ളിൽ ഇവർക്ക് ആരോഗ്യക്കുറവ് ഉണ്ടാകാനായിട്ടും സാധ്യത ഉണ്ട്. അതുപോലെ മറ്റു ചില കാര്യങ്ങളിൽ ഇവർക്ക് മനക്ലേശം, സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവയും ഈ സമയത്ത് അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. 24 വയസ്സിന് ശേഷമാണ് ഇവർ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഇവർ എന്തെങ്കിലും നേടാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ഇവർ 24 വയസ്സിന് ശേഷം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയും. 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കാലവും ഇവർക്ക് അത്ര മെച്ചപ്പെട്ട ഒരു സമയമല്ല. അതായത് 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആ 10 വർഷക്കാലം അത്ര മെച്ചമായിരിക്കുന്നതല്ല. മനക്ലേശം, ധനനഷ്ടം, യാത്രാക്ലേശം, അപകടങ്ങൾ തുടങ്ങിയവ ഈ കാലത്ത് ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. 50 വയസ്സിന് ശേഷം പൊതുവെ ഇവർ സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കുന്നവരാണിവർ. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ വാർദ്ധക്യം, അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ, അതായത് വാർദ്ധക്യത്തോട് അടുത്തു കഴിയുമ്പോൾ ഇവർക്ക് പിന്നീട് സന്തുഷ്ടപരമായ ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. വിവാഹ ജീവിതത്തിൽ പുണർദം നാളുകാർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനിടയുണ്ട്. വിവാഹ സംബന്ധമായി, അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ നക്ഷത്രക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ വിവാഹ സംബന്ധമായി, വിവാഹം കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെ ആരോഗ്യക്കുറവ് മൂലം ക്ലേശിക്കുകയും ചെയ്യുന്നവർ, ജീവിത പങ്കാളിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. അതുമൂലം ഇവർക്ക് മനക്ലേശങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഭിപ്രായ ഭിന്നത മൂലം അകലുക തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട്. എന്നാൽ ഈ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസവും കുടുംബജീവിതത്തിൽ അസുഖമുണ്ടാക്കാൻ ഇടയുണ്ട്. അതായത് ബന്ധുജനങ്ങളുമായിട്ടുള്ള ചില വിരോധങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അസുഖകരമായ ചില കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ടുള്ള അടുപ്പക്കുറവ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതെല്ലാം ഇവരുടെ ജീവിതത്തിൽ വരാവുന്നതാണ്. സംഭാഷണത്തിൽ കരുതലും മിതത്വവും പാലിച്ചാൽ പുണർദംകാർക്ക് സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാൻ കഴിവുള്ളവരാണ് ഇവർ. ഇവരൊന്ന് ശ്രമിച്ചാൽ നല്ല വിധത്തിലൊരു കുടുംബജീവിതം ഇവർക്കുണ്ടാവുന്നതാണ്. സന്താന ഗുണവും ഇവർക്ക് ഉണ്ടാവും. മക്കളെ കൊണ്ട് നല്ലത് നേടാൻ ഇവർക്ക് കഴിയുന്നതാണ്. സന്താന ഗുണം ജീവിത സായാഹ്നത്തിൽ ഒരു വലിയ താങ്ങായി ഇവർക്ക് കിട്ടുന്നതാണ്. താങ്ങായി നിൽക്കും ഈ സന്താന ഗുണം. അതായത് ജീവിത സായാഹ്നത്തിലെ മക്കളിൽ നിന്നും നല്ല ഫലം ഇവർക്ക് കിട്ടുന്നതാണ്. മധ്യവയസ്സോടടുത്ത് പുണർദക്കാർ ജനിച്ച നാട്ടിൽ നിന്നും അകന്നു പോകാനും ചില സാധ്യതയുണ്ട്. അതായത് ഇവരുടെ മധ്യവയസ്സിൽ ഇവർ നാട്ടിൽ നിന്ന് ചിലപ്പോൾ പുറത്തേട്ട് പോകാനുള്ള സാധ്യതയും ഇവർക്കുണ്ട്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വേഴം, ബുധൻ, ചന്ദ്രൻ
എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം സവിശേഷമായ ചില സ്വഭാവവിശേഷങ്ങളും ഇവർക്കുണ്ടാകാറുണ്ട്. വ്യാഴത്തിന്റെ സ്വാധീനം കാരണം ആഴമായ അറിവും വിവേകവും ഇവർക്കുണ്ടാകും. മറ്റുള്ളവരോട് അളവില്ലാത്ത ദയവും വാത്സല്യവും ഇവർ കാണിക്കുന്നതാണ്. ഇവർ നല്ല സഹാനുഭൂതിയുള്ളവരായിരിക്കും. അതിഥിയാണ് ഇവരുടെ ദേവത. അതിഥി ദേവതയുടെ സ്വാധീനത്താൽ സംരക്ഷണം, സ്നേഹം, മാതൃസഹജമായ വാത്സല്യം എന്നിവ ഇവരുടെ ചില പ്രത്യേകതകളാണ്. കുടുംബത്തിനും സുഹൃത്തുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും ഇവർ. കുടുംബത്തിന് വേണ്ടിയും അതേപോലെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുകയും അവരുടെ പ്രീതി നേടുകയും ചെയ്യുന്നവരാണ്. മികച്ച സംസാരശേഷിയും വാചാലതയും ഇവർക്കുണ്ടാവും. കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനുള്ള ഒരു കഴിവും ഇവർക്കുള്ളതാണ്. പുനഃസ്ഥാപനം എന്നർത്ഥം ഉള്ളതുകൊണ്ട് യാത്രകളെയും മാറ്റങ്ങളെയും ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. അതായത് പുണർദം എന്ന നക്ഷത്രത്തിന്റെ അർത്ഥപരമായി നോക്കുമ്പോൾ പുനഃസ്ഥാപനം എന്നർത്ഥം ഉള്ളതുകൊണ്ട് യാത്രകളെയും മാറ്റങ്ങളെയും ഇവർ ഇഷ്ടപ്പെടും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അന്വേഷിക്കാനും ഇവർക്ക് താല്പര്യം കൂടുതൽ ഉണ്ടാകുന്നതാണ്. ശാന്തമായ സ്വഭാവം. പൊതുവെ ശാന്തരും സന്തുഷ്ടരുമാണ് ഇവർ. പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ വികാരത്തിന് അടിമപ്പെടുകയോ ചില സമയങ്ങളിൽ ഇവർ ചെയ്യില്ല. എന്നാൽ ചില സമയങ്ങളിൽ ഇവർ സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ പേരിൽ അവർക്കിഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളിൽ ഇവർ പെട്ടെന്ന് പ്രതികരിച്ചു പോവുകയും ചെയ്യും. ജീവിതത്തിൽ നല്ല സാമ്പത്തിക സ്ഥിതിയും ഭൗതിക സുഖങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ലൊരു സാമ്പത്തികമായ ഒരു കെട്ടുറപ്പ് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണിവർ. പങ്കാളിയോട് സ്നേഹവും വിശ്വസ്തതയും പുലർത്തുന്നവരാണ്. എന്നാൽ പങ്കാളിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മനക്ലേശം അനുഭവത്തിൽ വരികയും ചെയ്യും. സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും നേടുന്നവരാണ് ഈ പുണർദം നക്ഷത്രക്കാർ. എല്ലാവരുമായി എളുപ്പത്തിൽ ഇഴുകിച്ചേരാൻ കഴിയുന്നവരാണ് ഇവർ. ഇവരെ സംബന്ധിച്ച് ട്രാവൽ ഏജന്റുമാരായി പ്രവർത്തിക്കാനും ടൂറുപരമായ ഗൈഡുകൾ ആകാനും അതേപോലെ തന്നെ പുരോഹിതർ, ആത്മീയ നേതാക്കൾ എന്നിവരാകാനും പത്രപ്രവർത്തന രംഗത്തും എഴുത്ത് രംഗത്തും ശോഭിക്കാനും ഇവർക്ക് കഴിയുന്നതാണ്. കാരണം വ്യാഴം, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടാണ് ഇവർക്കതിന് കഴിയുന്നത്. പുണർദം നക്ഷത്രം 2 കൂറിലാണ് വരുന്നത്. ഒന്ന് മുക്കാൽ ഭാഗം മിഥുനക്കൂറിലും 1/4 ഭാഗം കർക്കിടകക്കൂറിലുമാണ് ഇവർക്ക് വരുന്നത്. ഇവർക്ക് എന്തെങ്കിലും ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്. പുണർദം നക്ഷത്രത്തിന്റെ അധിപനായ വേഴം, അതേപോലെ ദേവതയായ അതിഥി എന്നിവരുമായി ബന്ധപ്പെട്ട ചില പ്രധാന വഴിപാടുകൾ ഇവർ പരിഹാരമായി ചെയ്യേണ്ടതാണ്. അതിഥി ദേവതാ പ്രീതിയാണ് അതിൽ പ്രധാനമായി ഉള്ളത്. അതിഥി ദേവതയെ ആരാധിക്കുന്നത് ഉത്തമമാണ്. നവഗ്രഹങ്ങളിൽ വ്യാഴാഴ്ചകളിൽ അതിഥിക്ക് പ്രാർത്ഥനകൾ നടത്താവുന്നതാണ്.
വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതും വളരെ നല്ലതാണ്. ഈ നക്ഷത്രക്കാർ, വ്യാഴം ഇവരുടെ നക്ഷത്ര അധിപനാണ്. ഇവരുടെ നക്ഷത്രാധിപൻ, ഇവരുടെ രാശ്യാധിപൻ ബുധനും നക്ഷത്രാധിപൻ വ്യാഴവുമാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ ആരാധിക്കുകയും വ്രതം എടുക്കുകയും ചെയ്യുന്നത് നക്ഷത്രദോഷങ്ങൾ കുറക്കാൻ സഹായമാകുകയും ചെയ്യും. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വ്യാഴത്തിന് മഞ്ഞ പുഷ്പങ്ങൾ, മഞ്ഞ വസ്ത്രം എന്നിവ നൽകി പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ്. ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവരുടെ വൃക്ഷം മുളയാണ്. മുള, പുണർദം നക്ഷത്രക്കാരുടെ വൃക്ഷം മുള. ഇവരുടെ ഭാഗ്യരത്നം മഞ്ഞ പുഷ്യരാഗമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഭാഗ്യരത്നവും അതേപോലെയുള്ള മറ്റു ഭാഗ്യകാര്യങ്ങളും കൂടുതൽ അറിയുന്നെങ്കിൽ ഏതെങ്കിലും ജ്യോതിഷിയായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. നിറം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഇഷ്ടപ്പെട്ട നിറം മഞ്ഞയും ക്രീമും നിറങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. ഇവർക്ക് മഞ്ഞ നിറം അതേപോലെ ക്രീം നിറങ്ങളും ഇവർക്ക് അനുകൂലമാണ്. ഇപ്പോൾ ഈ പുണർദം നക്ഷത്രക്കാരുടെ സ്വഭാവ വിശേഷങ്ങളാണ്, അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ സാമാന്യമായി പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടി അവരുടെ ജാതക പരിശോധന നടത്തുന്നത് വളരെ ഉത്തമമാണ്. എന്നാലേ മറ്റ് കാര്യങ്ങളും കൂടി അറിഞ്ഞിരുന്നാലേ ഇവർക്ക് ഇവരുടെ ഫലം പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ. ഇത് പുണർദം നക്ഷത്രക്കാർക്കുള്ള സാമാന്യമായ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.